ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, സോ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഗ്യാങ്സ്റ്റർ വികാസം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഗൈസ്. കുറേ നാളായി നമ്മുടെ ഗ്യാങ്സ്റ്റർ വികാസം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കളിച്ചിട്ടൊക്കെ. അപ്പം നമ്മൾ താണ്ടി ഫൈനലി നമ്മളെ ഗ്യാങ്സ്റ്റർ വികാസിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇത് അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ വണ്ടിയാണ് ഗൈസ്. ഓക്കെ, ഇപ്പം നമുക്ക് ആ ഒരു വണ്ടി മാത്രമേ നമ്മളതിലുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേയധികം പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മളെല്ലാം ഒരു രീതിയിലൊക്കെ ഒതുക്കിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗൈസ് ഇപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും പോലീസൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ പണി വാളും ഗൈസ്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, നമുക്കിപ്പം സ്റ്റാറും പോലീസിൻ്റെ ഒരു വാണിംഗ് സ്റ്റാർ വരരുതെന്നാണ് ഇപ്പം നമ്മൾ ഈ ഗെയിമിലേക്ക് കയറിയപ്പം നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പം നമ്മുടെ ചെക്കന്മാരെയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കണ്ടിട്ടാണ് എല്ലാവരും വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് പോയതെന്ന് വെച്ചാൽ ഗൈസ്, ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് ഗൈസ്. വെയിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ പുതിയ ഡ്രസ്സാണ്, നമ്മൾ ഇന്ന് മേടിച്ചതാണ്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങോട്ട് പോയെന്നൊക്കെ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ജോബ് അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഫസ്റ്റായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു പ്രശ്നത്തിന് കാരണം നമ്മളെ ഹോട്ടലും കാര്യങ്ങളൊക്കെ വിറ്റു. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു ജോബും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓക്കെ, അപ്പം നമുക്കിപ്പം എന്തായാലും അവിടേക്കൊന്ന് പോകാനുണ്ട്. ഓക്കെ, നമുക്കിപ്പം അവിടെയായിട്ടാണ് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പം അവിടെ പോയിട്ട് വന്നേക്കുവാണ്. ഓക്കെ, നമുക്കിനി എന്താണ് വെച്ചാൽ ഗൈസ്, ഇപ്പം ഞാൻ ചെറിയൊരു പണി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാനല്ല നമ്മളെ ഗ്യാങ് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഒരു ആദ്യം മുതലേ ഒന്നേക്ക് ഒരു ഗ്യാങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്കൂട്ടർ ഇവിടെ വെക്കാം ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ള സ്കൂട്ടിയാണ്. പക്ഷേ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നത് അതാ ലാഭം. കാരണം നമ്മൾ ഒരു സ്വിഗ്ഗി പോലത്തെ സെറ്റപ്പാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ നമുക്കൊരു ചെറിയ വിലയ്ക്ക് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. ഞാൻ ഗൈസ് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. സൈഡിൽ കാണാൻ പറ്റും ഗൈസ്, ഇവിടെ ആയിട്ട് നമുക്ക് 8 മെഡിക്കൽ കിറ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഒരു മെഡിക്കൽ കിറ്റിന് ഏകദേശം 5000 രൂപയാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് വരുന്നത് ജാക്കറ്റ് ഉണ്ട്, അത് ഒരെണ്ണം ഉണ്ട്. പിന്നെ നമുക്ക് പാരച്യൂട്ട് 2 എണ്ണം ഉണ്ട് ഗൈസ്. ഓക്കെ, ഒരു പാരച്യൂട്ടിന് ഏകദേശം 10000 രൂപ വെച്ചിട്ടാണ് ഇവർ മേടിക്കുന്നത്. ഓക്കെ, ഈ ഒരു സാധനം ഗൈസ്, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സാധനത്തിന് ഏകദേശം 5000 രൂപയാണ് ഗൈസ്. ഓക്കെ, നമ്മളതിൽ 8 ഏകദേശം ഇപ്പോൾ നമ്മളതിൽ തന്നെ ഏകദേശം ഒരു 50 സംതിങ് രൂപേൻ്റെ 50000 എത്ര രൂപേൻ്റെ സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, ബട്ട് ഗൈസ് ഇതൊന്നും ഞാൻ ജോബിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഗെയിമിൽ കയറിയിട്ട് ഏകദേശം 2 ദിവസമായിട്ടുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പം എനിക്കിതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, എൻ്റെ ഒരു ഞാൻ നിങ്ങൾ പറഞ്ഞു എനിക്ക് പൊട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ഓന് പണ്ട് ഈ ഒരു വഴിയായിരുന്നു ഗൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ആകുമ്പം ഈ പ്രദേശത്തൊക്കെ നല്ല രീതിക്ക് ആൾക്കാരുണ്ട്. ഇപ്പൊക്കെ നമുക്ക് ഇവിടെ കണ്ടോ കേസ്, ഇപ്പം നൈറ്റ് ആകുമ്പം ഈ ഏരിയ ഗൈസ് താണ്ടെ കുറേ അധികം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം എൻ്റെ കൂട്ടുകാരൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇവന്മാരെയൊക്കെ നൈസിനെ ടേക്ക് ഔട്ട് ചെയ്യും. എന്നിട്ട് ഇവന്മാരെ കയ്യിലുള്ള സാധനങ്ങൾ എടുക്കും ഗൈസ്. ഇപ്പോൾ ഇവന്മാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് വരും ഗൈസ്. പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നാമതേ നമ്മളോട് ഗെയിമിൽ കയറിയപ്പോൾ നമ്മൾ പറഞ്ഞതെന്താ വെച്ചാൽ, പോലീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ എല്ലൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഒന്നേന്നെല്ലാം പിടിച്ചു തരണം. ഇപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ. ഓക്കെ, അപ്പം വൈകുന്നേരം മീൻസ് ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഇവന്മാരൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ ഒരു മൊത്തത്തിൽ ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് നൈസിന് ഈ ഡ്രസ്സൊക്കെ മാറി നൈസ് നമ്മുടെ ഇവന്മാരെ അങ്ങ് തട്ടും. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു സന്ധ്യയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിറ്റി വരെ പോകണം. സിറ്റി അല്ല, നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഏകദേശം 2 ദിവസം കൊണ്ടായിരിക്കും നമ്മുടെ ബൾഗ് ഷോപ്പിലേക്കൊക്കെ നമ്മൾ ഡെലിവറി ബോയ് ആയിട്ട് പോവുക. ഓക്കെ, കണ്ട ഈ വണ്ടി ആ വണ്ടി തമ്മിലുള്ള വ്യത്യാസം കണ്ടു. കളർ നല്ല വ്യത്യാസമുണ്ട്. ഇല്ല അല്ലേ, ചേഞ്ച് ഇല്ല അല്ലേ, ഒരേ തന്നെയല്ലേ. ഓക്കെ, ഞാൻ കളർ വേറെ അടിക്കാനാണ് ഉദ്ദേശിച്ചത്. ഓ പോലീസ് മുമ്പോ, ബട്ട് എനിക്ക് ഈ കളർ തന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടിയുണ്ട്. മേടിക്കാൻ നമുക്കൊന്ന് നോക്കി വെക്കണം. നമ്മളിൽ ഇപ്പോൾ ഏകദേശം ഒരു 1000 രൂപ കാര്യങ്ങളൊക്കെ നമ്മൾ സേവിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉയ്യോ, ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം. ഓ മൈ ഗോഡ്, ഇതാണ് നമ്മുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് കഴിച്ച് നമ്മൾ കൂടുതൽ സാധനങ്ങളൊക്കെ മേടിക്കാറൊക്കെ.
നമുക്ക് എന്തായാലും കുറച്ച് സാധനവും കാര്യങ്ങളൊക്കെ നോക്കിക്കാൻ നമ്മളെ ഷോപ്പില്ലേ, ബർഗർ ഷോപ്പില്ലല്ലോ, സോറി, ബർഗർ ഷോപ്പില്ലേ ഗൈസ്. ഓക്കെ, ബർഗർ ഷോപ്പിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മളെ മുതലാളി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ നോക്കുന്നത് ഇവിടെ സംഭവം ഡോണറ്റാണ് കൂടുതലും അയാൾ പറഞ്ഞത്. ഡോണറ്റ് ഇവിടെ ഇല്ലാന്ന് തോന്നുന്നില്ലേ. നമുക്കെന്താ അടുത്ത കടയിൽ പോയി നോക്കാം. ഡോണറ്റ് ഇവിടെ കാണുന്നില്ല. ഓ, ഇതല്ലേ, എന്താണ് ഇതൊരു ബ്രെഡ് സൈസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഡോണറ്റ് ഇല്ല എന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ബർബർ ഷോപ്പിലേക്ക് ഒന്ന് പോകണം. അതിന് മുന്നേ നമുക്ക് ആ വണ്ടി ഇവിടെയല്ലോ. ഓക്കെ, നൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നൈറ്റാണ് നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങുന്നതല്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഞാൻ വിചാരിക്കാന്ന് വെച്ചാൽ, പണ്ട് ഞാൻ ഒരു ഐഡിയ നേരത്തെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ റെൻറ്റിന് വണ്ടി എടുക്കും. ഓക്കെ, റെൻറ്റിന് വണ്ടി എടുത്തിട്ട് നമ്മളൊരു സൈസിൽ നമുക്ക് വണ്ടി നമ്മളെ കുപ്പനെ കൊണ്ടുപോകും. അതാകുമ്പോൾ വലിയ സീൻ ഉണ്ടാവില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമ്മളെ വണ്ടി ഇൻ കേസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ സീനാവും. പോലീസ് ഇപ്പം ഭയങ്കര പണിയാണ് ഗൈസ്. ഓക്കെ, ഇവിടെ. ഓക്കെ, നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം, റെൻറ്റിന് വണ്ടി കിട്ടുന്ന അടുത്തേക്കൊന്ന് പോയി നോക്കാം ഗൈസ്. ഓക്കെ, നിങ്ങൾ കുറേ പേര് വിചാരിക്കും ലൈക്ക് ഇതൊരു സൈക്കോ പണിയാണ്. ഓക്കെ, ബട്ട് ഗൈസ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൈക്കോ പണിയല്ല ഗൈസ്. സംഭവം നമ്മൾ ജോലിക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ പൈസ നമുക്ക് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, സംഭവം ഒന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഫുൾ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം നൈറ്റ് ആയിട്ടുണ്ട് കറക്റ്റ്. കാരണം 2 സ്ഥലത്തെ വണ്ടി റെൻറ്റിന് കൊടുക്കുള്ളൂ. അപ്പം ഞാൻ മറ്റടുത്ത് ഇപ്പോൾ വണ്ടി ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്. നമുക്ക് എന്നാലും അവിടെ നേരെ റെൻറ്റിന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ താണ്ട് ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നൈസ്. സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടാവും, ഒരു പാവക്കുട്ടീൻ്റെ പോലത്തെ ഒരു വണ്ടിയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സ്പോട്ടിലേക്ക് പോകാം കഴിച്ചു. ഓക്കെ, വെയിറ്റ് ചെയ്യാം. മാപ്പ് എന്തായാലും നോക്കി വെക്കാം. ഈ വണ്ടിയിൽ നമ്മൾ ആളിടുന്നു, അടിക്കുന്നു, പൈസ എടുക്കുന്നു, നമ്മൾ സാധനം തിരിച്ചവിടെ തന്നെ ആളിനിടാം കേസ്. ഓക്കെ, ഇവിടെ ആയിട്ടാണ്. ഓ, എന്തോരം ദൂരമുണ്ട് കേസ്, അതാണ് പണി. ഓക്കെ, നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകണം കേസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ വീടിൻ്റെ ഞാൻ ഫസ്റ്റ് ഒരു വട്ടം ബീച്ച് സൈഡിൽ പോയി നോക്കി. പക്ഷേ ബീച്ച് സൈഡിലാണെങ്കിൽ അത്യാവശ്യം അങ്ങനെ പൈസയൊന്നും കറ്റാണ്ട് കിട്ടില്ല. ബട്ട് മെഡിക്കൽ കിറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം, നമ്മുടെ വീടിൻ്റെ സൈഡ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നല്ലൊരു ഏരിയ. ഓക്കെ, ഇപ്പം നമുക്ക് ഈ വണ്ടിയാണ് ഒടുക്കത്തെ ഒരു കളിയും കൈസ്. ഓക്കെ, ഇതുണ്ടോ, നമ്മളിത് ആദ്യമായിട്ടാണ് ഈ വണ്ടി ഒന്ന് ഓടിക്കുന്നത്. പക്ഷേ വണ്ടി കൊള്ളാം കൈസ്, റെൻ്റ് എടുക്കുന്നത് നല്ല രസമുണ്ട്. ഓക്കെ, നമ്മുടെ സ്കൂട്ടറും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടോ. ഓക്കെ, അത് നമ്മളെന്തായാലും വിടൂല. ഓക്കെ, നമ്മളെന്തായാലും ഇപ്പോൾ ഇട്ട റസീൽ തന്നെ ഇടാം. നമുക്ക് എന്നാൽ ടൈം പോയിട്ടുണ്ട്. നമുക്ക് പക്ഷേ ഗണ്ണും കൊണ്ട് വെടിവെക്കാൻ പറ്റില്ല കേസ്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഗണ്ണും കൊണ്ട് വെടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗണ്ണിന് സൈലൻസർ ഇല്ല. അപ്പം ഞാൻ എന്താ സ്കൂട്ടി എടുക്കാത്ത വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫേസ് കാണും. ഇപ്പോൾ എല്ലാം കൂടെ പോയേനെ. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫേസ് കാണും. രണ്ടാമത്തെ കാര്യം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് രക്ഷപ്പെടാനും പറ്റില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് നല്ല രീതിക്ക് പണി പാളിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ട് പോകും ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. കണ്ട് കറക്റ്റ് സൈക്കോപാത്ത് വണ്ടി തന്നെയല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം. നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെ അടുത്ത പരിപാടി വെച്ചാൽ നമുക്ക് വീടിൻ്റെ സൈഡിൽ കൂടെ കയറാം. അതാണ് ഏറ്റവും നല്ലത്. വീടിൻ്റെ അതിൽ ഈ വണ്ടി കൊണ്ടുപോകണ്ട. ഇനി നമുക്ക് നല്ലോണം പോകാം കേട്ടോ. കണ്ട ഇവിടെ നല്ല രീതിക്ക് നൈറ്റ് ഇപ്പോൾ പോലീസ് കയറി. പണ്ട് കണ്ടോ 2 വണ്ടി ഐസ് പഠിപ്പിച്ച്. പണ്ടെന്ന് വെച്ചാൽ അങ്ങനെ നൈറ്റ് പോലീസ് ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ നിന്നൊരു ഇട കയറാം. പോലീസ് വണ്ടി മാത്രമല്ല ഇത്. ഈ ഒരു ഏരിയ കയറി കഴിഞ്ഞാൽ വലിയ സീനില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു CCTV ഒന്നും ഇല്ല ഗൈസ്. അത് ഞാൻ നോക്കിയതാണ്. നമ്മളിവിടുത്തെ സിറ്റി ഫുള്ള് വിഷ്വൽസൊക്കെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പൊട്ട വണ്ടി വഴിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഗൈസിന് വണ്ടിയും കൊണ്ട് പോകാം. ഓക്കെ, ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ ഗൈസ്. ഇവിടെ ഒന്നും ആളില്ലേ. ഓക്കെ, അത്ര ഓക്കെ, എടുത്തിന് കണ്ട്. അയ്യോ, ഇത് പോലീസാലേ. ഈ ഏരിയ പോലീസുകാരൻ. ഓക്കെ, ഇവിടെ ആളുണ്ടല്ലേ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി നൈസിന് ക്രോസ് ഇടാം. ഓക്കെ, അവിടെയായിട്ട് പോലീസ് ഉണ്ട്. ഇവിടെ ഒച്ച കേൾക്കൂല. ഓക്കെ, കണ്ട് അയ്യോ. ഓക്കെ, നമുക്കൊരു പാരച്യൂട്ട് കിട്ടുന്നുണ്ട്. ഞാൻ കണ്ടില്ല കൈ, സത്യത്തിൽ പറഞ്ഞാൽ. എന്തോ നോക്കി പോയി.
സംഭവം ഞാൻ ആ ബോട്ടിൻ്റെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് കണ്ടോ ഈ പാരച്യൂട്ട് കിട്ടിയ പാരച്യൂട്ടിനൊക്കെ ഏകദേശം $10,000 അടുത്തുണ്ട് ഒരു പാരച്യൂട്ടിനൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി നല്ലൊരു ബെസ്റ്റ് വഴിയാണ്. വണ്ടി ഇച്ചിരി പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടിയില്ല, അത് റെൻറ്റിനായത് കൊണ്ട് നമ്മളെ വണ്ടി അല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ആളുണ്ട്. ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം. വണ്ടി നൈസിന് ഈ ഒരു ഏരിയ ക്രോസ് ഇട്ട് വെക്കാം. വണ്ടി കൊള്ളുവാണെങ്കിൽ നമുക്ക് കൊള്ളൂല. ഓക്കെ, കൊന്നിട്ടുണ്ട് പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. ഈസ് ഓക്കെ. നമ്മളൊരു കാര്യം ചെയ്യാം, ബി സൈഡ് കയറാം അല്ലെങ്കിൽ ഇടിച്ചു കൊല്ലേണ്ടി വരും. ഓക്കെ, കണ്ട് ഇവിടെ നിന്നൊക്കെ വീട്ടിൽ നിന്ന് കണ്ട ഈ സ്മോക്കിങ്ങിന് ഇറങ്ങി വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നൈസിന് വണ്ടി എടുത്തുന്നു, നമ്മുടെ വണ്ടി എടുക്കുന്നു, എൻ്റെ തലയ്ക്കൊക്കെ ഒന്ന് പൊട്ടിക്കണം. കണ്ട $433 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സുഖമായിട്ട് നമ്മൾ 400 എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തെ ജോലീൻ്റെ പൈസയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കാര്യം ചെയ്യാം. പാരച്യൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, 2 പാരച്യൂട്ടൊക്കെ നമ്മളെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഒന്നും കിട്ടി. ഇനി നമുക്ക് അധികം നേരം ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം ഈ ഏരിയ അത്ര സേഫ് അല്ല. എന്തോന്ന് കിട്ടിയില്ല ഇവിടെ. കണ്ടോ ഗൈസ്, ജാക്കറ്റ് 8,000 ഒരു ജാക്കറ്റും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ 2 ജാക്കറ്റ് ഇപ്പോൾ നമ്മളെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പുറത്തെ ഏരിയയിൽ ആളുണ്ടല്ലേ. കണ്ട ഗൈസ്, അത് കോട്ട് സൂട്ടും കൂടെ ആല്ലേ. ഒരു കാര്യം, നമ്മൾ ചാവാണ് ഗൈസ് ആളിന് വേണ്ടി. കാര്യം ഈ ഏരിയ അത്ര സേഫ് അല്ലാത്ത ഏരിയയാണ്. ബട്ട് കാര്യമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, പുറകിൽ കൂടെ പോയിട്ട് അടിച്ചിടണം. അയ്യോ, കാര്യമില്ല അരങ്ങാലങ്ങ. ഗൈസ് വെയിറ്റ്, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ. സംഭവം നമ്മളെ പുറകെ ഒരു ബോട്ട് വരുന്നത്, ആ ബോട്ട് ഭയങ്കര സീനാണ് ഗൈസ്. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്ത് ഇവിടെ നിന്ന് ഇച്ചിരി വിട്ടുപിടിക്കാം. അയ്യോ, അവർ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അത് തീരുന്നുമില്ല. ഓക്കെ, പോയി ബി സൈഡ് എത്തി, കുഴപ്പമില്ല. മറ്റേ നമ്മളിന്ന് റാഞ്ചിയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അവനെ തിരിച്ചടിക്കാൻ പോയി കഴിഞ്ഞാൽ പണി വാളും. ഓക്കെ, ബോട്ട് കഴിച്ചിട്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ആകുമ്പോൾ വലിയ സീനില്ല. ഏട്ടാ, ഇത് മൊത്തത്തിൽ നിന്ന് പണിയാണല്ലോ. പോലീസ് വണ്ടി കയറ് ഗൈസ്. ഇന്നത്തെ ദിവസേ പോക്കാൻ തോന്നുന്നു. നമ്മൾ ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്. ബട്ട് ഗൈസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഈ പ്രാവശ്യം നല്ല പശക്കാണ്. ഓക്കെ, ലാസ്റ്റുള്ള ഒരുത്തൻ്റെ 5,000 അടുത്ത് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവളും കൂടി ഉണ്ട്. $5,800 നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാ ഇപ്പോൾ 400 സംതിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വഴിയുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, പോലീസുണ്ട് പക്ഷേ നമ്മളെ കണ്ടോ. ഈ പോലീസ് എന്ന് വെച്ചാൽ വേറെ പോലീസാണ്. ഓക്കെ, വലിയൊരു കാര്യം, അവന്മാരെ നൈസിന് തട്ടണം, അല്ലേ പണി കിട്ടും. ഇവിടെ ഓക്കെ, ഇവന്മാരെ പ്രൂഫാണ്. ഓക്കെ, 2 എന്തോ കിട്ടിയിട്ടുണ്ട്, 2 എണ്ണം കിട്ടിയെന്ത്. ഓക്കെ ഗൈസ്, എന്തോ കിട്ടിയില്ല. നമുക്ക് എന്തോ ക്ലീപ്പോ എന്തോ കിട്ടിയ നമുക്ക്. നമ്മൾ അവന്മാരെ തട്ടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ അവന്മാർ നമ്മളെ കണ്ടു. ഇനി ഒരുത്തന്നെ നമ്മളെ കാണരുത്. ഓക്കെ, മോർണിംഗ് ആയി ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ സേഫ് ആയിട്ടാണ്. നമുക്ക് 2 എണ്ണം എന്തോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ നോക്കാം എന്താണ്. ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം, ഇടയിൽ കൂടെ നൈസിന് നമ്മളെ വീണ്ടും പുറകെ എത്താം. ഇതിൽ കൂടെ കയറാം ഗൈസ്. മൈ ഗോഡ്. ഓക്കെ, വണ്ടി അമ്മേൻ്റെ കാര്യം ചെയ്യും, ഇതിൽ കൂടെ കയറിയിട്ട് നമ്മുടെ വീണ്ടും ആ സൈഡിൽ കൂടെ ഇറങ്ങണം. ഓക്കെ, പോലീസ് വീടുണ്ട്. അപ്പം കേസ് കണ്ട് ഇത്ര സംഭവം ഇത്രേ ഉള്ളൂ. വണ്ടി പോയി. വണ്ടി നിൽക്കുന്നൊക്കെ ഇതിലേ പോകാൻ പറ്റുമോ? ഈ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ കൊണ്ടുവന്നതനുസരിച്ച് നമ്മളെ വണ്ടി ഇരിക്കും. കേസ് നമുക്ക് നമ്മുടെ ഈ അറ്റത്ത് കൂടെ വണ്ടി കൊണ്ടുപോകും. ഓക്കെ, തീരുമാനമായി വെള്ളത്തിൽ പോയി.
ഓക്കെ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കണ്ട ലാസ്റ്റ് ഒരുത്തൻ്റെ കയ്യിൽ 5800 അടുത്ത് നമ്മളെ കിട്ടി. അപ്പം ഇപ്പോൾ നമുക്ക് വണ്ടിക്ക് ഏകദേശം $200 കാര്യങ്ങളൊക്കെ ആവുള്ളൂ. ഇവനിപ്പോൾ അടിക്കില്ല, ഇപ്പം അടിച്ച സീന. പക്ഷേ ഇവിടെ ആരും ഇല്ല അല്ലേ. ബാക്കി കണ്ട 1201 രൂപ കൈസ്. ഓക്കെ കണ്ട നമ്മളിപ്പോൾ 18,294 രൂപയായി കൈസ്. ഓക്കെ ഇനി അടിക്കേണ്ട ആവശ്യമില്ല, ഇനി അടിച്ച പണി കിട്ടും. ഓക്കെ അപ്പോൾ ഈ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവിടെ ആൾക്കാരും ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് പൈസയും കിട്ടേണ്ട കൈസ്. ഓക്കെ അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഏകദേശം നമ്മുടെ ജോബിൻ്റെ ഒരു ഇതായിരിക്കും കൈസ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇനി നമ്മുടെ ഇങ്ങനെ ജോബിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് റൂട്ട് 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ പറയുക. ബൈ ബൈ ആൻഡ് ടാറ്റ. ഓൾ ലവ് യു. ബൈ.